സ്മൃതി, ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു. ഇന്നിതാ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം തലസ്ഥാനത്ത് 2 നിരീക്ഷകരും എത്തിയിട്ടുണ്ട്. നാളെ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഓരോ MLA-മാരെയും നേരിട്ട് കാണും. അവരുടെ അടുത്ത് നിന്ന് അഭിപ്രായങ്ങൾ തേടും. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ KC പക്ഷത്തിന് MLA-മാരുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 2 പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു. ഒന്ന് NSSൻ്റെയും മറ്റൊന്ന് SNDP-യുടെയും. അതിൽ NSS-ഉം SNDP-യും ഒരേ സ്വരത്തിൽ തള്ളുന്ന ഒരേയൊരു നേതാവ് VD സതീശനാണ്. കൊള്ളുന്ന നേതാക്കൾ KC-യും RC-യുമാണ്. നേതാക്കൾ ഓട്ടത്തിലാണോ? നേതാക്കൾ ഓട്ടത്തിലാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയായി ഞാൻ കാണുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ആ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്ന് പറയുന്ന KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി അടുത്ത ഒരു ടേമിലേക്ക് കൂടി അദ്ദേഹത്തെ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനമുണ്ട്. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് MP ആയി എത്തിയത്. അങ്ങനെ നിൽക്കുന്ന KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ പറയാവുന്ന സ്ഥാനത്ത് നിൽക്കുന്ന നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ പിന്തുണയുടെ എണ്ണം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു നേതാവ് പിന്തുണ തേടുമ്പോൾ അത് നോ പറയാൻ ഭയക്കുന്ന MLA-മാരായിരിക്കാം. അല്ലെങ്കിൽ അത് പരസ്യം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, രഹസ്യമായിട്ടാണോ MLA-മാർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനാവുക എന്നത് എനിക്ക് സംശയമുണ്ട്. അത് ഉറപ്പായിട്ടും ഇന്ന MLA എനിക്കൊപ്പം നിന്നിട്ടില്ല എന്നുള്ള കാര്യം KC വേണുഗോപാൽ അറിയുമോ എന്നൊരു ആശങ്കയിൽ നിന്നുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം. KC വേണുഗോപാലിനോട് അല്ലാതെ തന്നെ അടുപ്പമുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ള ഒരെണ്ണം, ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളൊരു അവകാശവാദം അവിടെ നിൽക്കുന്നു. അതിൽ ധാർമ്മികമായ ഒരു പ്രശ്നം ഉയരുന്നത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത ശേഷം വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ ഈ 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക്, 22 നിന്നും 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തിയതിൻ്റെ ആ തെരഞ്ഞെടുപ്പിന് അത്രയും മാറ്റുകൂട്ടിയ വിജയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു MP വന്ന് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ട് മത്സരത്തിൽ നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുമ്പോൾ അതിന് പാർട്ടി എങ്ങനെ അത് വിശദീകരിക്കുമെന്നൊരു ചോദ്യമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇനി പറയുന്നത് VD സതീശനാണല്ലോ. ഇനി സീനിയോറിറ്റി വെച്ച് നോക്കാം. അടുത്ത സീനിയറായിട്ട് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുകയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുമ്പോൾ 2016-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2021-ൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയുണ്ടായിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ MLA-മാരുടെ പിന്തുണയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സീനിയോറിറ്റി ഇല്ലാത്ത VD സതീശൻ എന്ന നേതാവിലേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സഭയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അങ്ങനെ സോണിയാഗാന്ധിയാണ് VD സതീശൻ എന്ന പേരിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നു. അതിന് അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതും പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കുമെന്നുമുള്ള ഉറപ്പാണ് സോണിയാഗാന്ധിക്ക് അദ്ദേഹം നൽകിയത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവ്. ഈ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിലാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ കോൺഗ്രസ് നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളും നേരിട്ടത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വന്നിരിക്കുന്ന ഫലങ്ങൾ അത് വിജയം നേടിത്തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിജയം നേടുമ്പോൾ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയിൽ അദ്ദേഹം കൃത്യമായി എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് VD സതീശൻ എന്ന നേതാവിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിലുള്ള ഒരു ക്ലാരിറ്റിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലുള്ള ഒരു വ്യക്തതയാണ്. അദ്ദേഹത്തിന് ഭാവി സർക്കാരുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളുണ്ട്. അത് ആശയങ്ങൾ ഈ പുതുയുഗ യാത്രയിൽ യാത്ര നടത്തി ജനങ്ങളുമായി സംസാരിച്ച് അവരിൽ നിന്ന് കേട്ട് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരുമായി ചർച്ച നടത്തി ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പലതവണയായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് നമുക്ക് ഒരു കേൾക്കാൻ താല്പര്യം തോന്നുന്ന ഒരു പുതിയതെന്തോ ഉണ്ട് എന്നൊരു തോന്നലുളവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ അദ്ദേഹം ആവുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും വിമർശിക്കാവുന്ന സാഹചര്യമാണ്. പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇനി അദ്ദേഹം വ്യത്യസ്തനാവുന്ന എങ്ങനെയാണ്? ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന 2 സമുദായ നേതാക്കളുണ്ടല്ലോ, ഈ 2 സമുദായ നേതാക്കളും തിരഞ്ഞെടുപ്പിന് മുൻപ് എടുത്ത നിലപാട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. G. സുകുമാരൻ നായർ ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഘട്ടത്തിൽ പോലും, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ഘട്ടത്തിൽ പോലും പ്രതികരിക്കാതിരുന്ന,
അത് പ്രത്യേകം പറയാൻ കാരണം ശബരിമല യുവതീ പ്രവേശന ഘട്ടം നന്നായി പ്രതികരിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൽ അതിന് വിരുദ്ധമായ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞിട്ട് അതിന് തികച്ചും വിരുദ്ധമായി പിണറായി വിജയനെ വിജയിപ്പിക്കുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാതിരുന്ന ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്ന ജി സുകുമാരൻ നായർ ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറയുകയാണ്, ഇത് UDFന്റെ വിജയമല്ല, ഇത് ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത്, അതിപ്പോൾ ആർക്കറിയാത്ത ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ജയിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ മാറ്റി കുത്തിയത് എന്തുകൊണ്ടാണ്? മടുപ്പ് കൊണ്ട്. നേരത്തെ സർക്കാരുമായുള്ള എതിരഭിപ്രായത്തിലാണ് വോട്ട് ചെയ്തതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനില്ലാത്ത എതിരഭിപ്രായം അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗംഭീരമായി തോന്നിയ ഒരു കാര്യം എന്നുള്ളത് ഈ സമുദായ നേതാക്കളുടെ എന്താ പറയുക, തിണ്ണ നിരങ്ങൾ എന്ന പ്രയോഗം, അത് പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ആ രൂപത്തിലേക്ക് നിങ്ങളുടെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് തോറ്റുപോകുമെന്ന മട്ടിലേക്ക് സാധാരണഗതിയിൽ അത് കോൺഗ്രസ് ആണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർക്കമായ കാര്യം. ഈ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങൾ അങ്ങ് തീർന്നു പോകും എന്ന മട്ടിൽ ഒരു നേതാക്കളും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രോഗ്രസീവായിട്ടൊരു കാര്യമായി കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടി തെരഞ്ഞെടുപ്പ് ഫലമാണെന്നേ ഈ 102 എന്നുള്ള അക്കം. അപ്പോൾ അത് ഈ സമുദായ നേതാക്കളല്ല തീരുമാനിക്കുന്നത്, ജനങ്ങൾ അവരുടെ സെക്കുലർ ബോധത്തിൽ നിന്നുള്ള ഒരു വിധിയാണ് ഇത്തവണ നൽകിയിട്ടുള്ളത്. അടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി തെരഞ്ഞെടുപ്പിൽ CPIM-നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവിടെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുകയാണ്, KC വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ആലപ്പുഴയിൽ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിന് നല്ല നേതാവാണ്. രമേശ് ചെന്നിത്തലയും കുഴപ്പമില്ലാത്ത നേതാവാണ്. VD സതീശനാണോ വരിക എന്ന് അറിയാത്തതുകൊണ്ട് VD സതീശനെ ഇപ്പോൾ വല്ലാതെ പറയുന്നില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് സമുദായ നേതാക്കളും ഇപ്പോൾ ഇവിടെ വന്ന് ഇത് പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പല കാര്യങ്ങളിലും ഉള്ള വ്യക്തത നേതാക്കൾ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുമ്പോൾ നേതാക്കൾ ഈ എന്താണ് സീനിയോറിറ്റി എന്ന പ്രയോഗം വരുന്നുണ്ടല്ലോ, സീനിയോറിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എടുക്കാം. 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിക്കുന്നത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരം ആർക്കാണ് കൊടുക്കുന്നത്? ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു, അശോക് ഗെഹ്ലോട്ട് അല്ലേ. പിന്നീട് രാജസ്ഥാൻ കിട്ടിയോ? രാജസ്ഥാനും പോയി. രാജസ്ഥാനിൽ എങ്ങോട്ടാണ്? BJPക്ക് പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകാം. 2023 DK ശിവകുമാർ എന്ന ക്രൗഡ് പുല്ലർ മുന്നിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യെ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയൊക്കെ അധികം പറഞ്ഞെങ്കിലും ആ ടേമിലേക്ക് പിന്നെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസിനുണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒരൊറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു നേതാവിന് ഒരു അവസരം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുകയും ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി, അതുകൂടി പറയണം കേട്ടോ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിനോട് പ്രതികരിച്ച കോൺഗ്രസിലെ ഏക നേതാവ് എന്നതും ഈ പറയുന്ന VD സതീശനായിരുന്നു. അദ്ദേഹം പുറത്ത് നടത്തിയ പ്രതികരണം പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഓർമ്മയാകും, പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാകും. ആ കേരളത്തിന്റെ അടിത്തറയ്ക്ക് തീ കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണിത്. ഇതാണ് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞത്. ഇനി നമ്മൾ പൊതുപ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്. ഇവിടെ കാന്തപുരത്തിന്റെ പരിപാടിയിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന സംയമനത്തോടെ വിമർശനമാണ് അന്ന് അദ്ദേഹം ഉയർത്തിയത്. അതൊക്കെ മലബാറിൽ അദ്ദേഹത്തിന് നേടിത്തന്ന ഒരു പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ നോക്കൂ, ഇത് മുസ്ലിം ലീഗ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ജനഹിതം നടപ്പാക്കണം, ജനം എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം തീരുമാനം എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല മുസ്ലിം ലീഗ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്ന സാമുദായിക സൗഹാർദ്ദം, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും ഇതൊക്കെ തന്നെയും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു. പക്ഷേ
പല ഘട്ടങ്ങളിലായി അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ നഷ്ടപ്പെട്ടുപോയ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ വി.ഡി. സതീശൻ നടത്തിയ ശ്രമങ്ങൾ അത് ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ സഭാ നേതാക്കളുമായൊക്കെ കാണുകയും സഭാ നേതൃത്വങ്ങളുമായി കാണുകയും, നമുക്കറിയാം ഇവിടെ കൊച്ചിയിൽ ഒരു അർദ്ധരാത്രി പോയി കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് അതെങ്ങനെ കണ്ടു എന്നൊക്കെ നമ്മൾ ചോദിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. അവർ ക്ഷണിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷണം ഉണ്ടാകുകയും അങ്ങനെ ഒരു പിന്തുണ ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 102 എന്ന സംഖ്യയിലേക്ക് എത്തുന്നത്. ഈ സമുദായ സഭാ നേതൃത്വങ്ങളെ കാണുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ ഒരു നിഷിദ്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന രൂപത്തിൽ പ്രതികരണം നടത്തുകയും അവർക്ക് ഒരു 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 ഈ രാഷ്ട്രീയത്തിൽ അവർക്കൊരു സേ ഉണ്ട് എന്ന മട്ടിൽ ഞങ്ങൾ നിശ്ചയിക്കുമെന്ന മട്ടിലുള്ള പ്രതികരണം നടത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒഴിവാക്കേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർക്കമായ കാര്യം. അതിന് സംഭവിക്കാതിരിക്കട്ടെ. അതിന് നൽകിയ ജനവിധി കൂടിയാണ് ഈ 102 എന്നുള്ളത്. വളരെ വേഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ല എങ്കിൽ ഈ നേട്ടത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് അത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് ആദ്യത്തെ ചർച്ചയാണ് നാളത്തെ ചർച്ച എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് തുടർന്നങ്ങോട്ട് പലതും നടക്കാനുണ്ട്. അതിലെന്ത് തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഇതാണ് ഈ 3 നേതാക്കളുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം. Meet the editors.